KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിന്റെ ക്രിസ്തുമസ് ആഘോഷത്തിന് സമാപനം കുറിച്ച് ക്രിസ്തുമസ് പാപ്പന്മാരുടെ പൂരമായ ബോൺ നഥാലെ സ്വരാജ് റൌണ്ടിൽ അരങ്ങേറി. കൊടകര വട്ടേക്കാട് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 2 പേർ മരിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ. പാലപ്പിള്ളി തോട്ടം മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ പരിശോധന കർശനമാക്കി വനം വകുപ്പ്. പുതുക്കാട് തെക്കേത്തുറവ് സെന്റ് ആന്റണീസ് പള്ളിയിൽ തിരുനാളിന് കൊടിയേറി. ചിക്കാഗോ രൂപത മെത്രാൻമാർ ജോയ് ആലപ്പാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പുതുക്കാട് യൂണിറ്റ് സമ്മേളനം പുതുക്കാട് നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിന്റെ ക്രിസ്തുമസ് ആഘോഷത്തിന് സമാപനം കുറിച്ച് ക്രിസ്തുമസ് പാപ്പമാരുടെ പൂരമായ ബോൺ നഥാലെ സ്വരാജ് റൌണ്ടിൽ അരങ്ങേറി. 15,000-ഓളം ക്രിസ്തുമസ് പാപ്പമാരാണ് ബോൺ നഥാലെ ഗാനത്തിനൊപ്പം സ്വരാജ് റൌണ്ടിൽ ചുവടുവച്ചത്. തൃശൂർ പൌരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായാണ് ബോൺ നഥാലെ കരോൾ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. കൂടുതൽ പുതുമകളോടുകൂടിയാണ് 10ാമത് ബോൺ നഥാലെ തൃശൂർ പൂരനഗരിയിൽ അരങ്ങേറിയത്. സാന്റാക്ലോസിന്റെ വേഷമിട്ട 10,000-ഓളം ക്രിസ്തുമസ് പാപ്പമാർ തൃശൂർ സ്വരാജ് റൌണ്ടിനെ ചുവപ്പണിയിച്ചുകൊണ്ട് ബോൺ നഥാലെ ഗാനത്തിനൊപ്പം ചുവടുവച്ചു. സെന്റ് തോമസ് കോളേജിൽ നടന്ന ഫ്ളാഗ് ഓഫ് ചടങ്ങിനു ശേഷം 5:30 പാപ്പമാർ സ്വരാജ് റൌണ്ടിൽ പ്രവേശിച്ചു. മോട്ടോർ ബൈക്കിലെത്തിയ സാന്റ വേഷധാരികളാണ് ആദ്യം റൌണ്ടിൽ കടന്നത്. പിന്നാലെ റോളർ സ്കേറ്റിംഗ് പാപ്പമാരും റൌണ്ടിലേക്കെത്തി. ജനപ്രതിനിധികളും ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ മതസാമൂഹ്യ രംഗത്തെ പ്രമുഖരും അണിനിരന്നു. തൊട്ടുപിന്നിൽ വീൽ ചെയറിലുള്ള പാപ്പയും അതിനു പിന്നിൽ വിവിധ ഗ്രൂപ്പുകളിലായി ഡാൻസിംഗ് പാപ്പമാരും പങ്കാളികളായി. കൊച്ചുകുട്ടികൾ മുതൽ 70 വയസ്സോളം പ്രായമുള്ളവർ വരെ സാന്റാക്ലോസിന്റെ വേഷം ധരിച്ച് ബോൺ നഥാലെ ഗാനത്തിനൊപ്പം ചുവടുവച്ചു. കോവിഡ് കാലത്തിൽ 2-3 വർഷം കഴിച്ചാൽ എല്ലാ വർഷവും 10,000-കണക്കിന് പാപ്പമാർ ഒത്തുചേർന്ന് മതനിരപേക്ഷതയുടെ ആഘോഷമായി തൃശ്ശൂരിലെ ക്രിസ്തുമസിന് മാറ്റുക. ഇത്തവണയും 15,000 നേരത്തിലേക്ക് മനസ്സിലെങ്കിലും 4 ലക്ഷത്തോളം പാപ്പമാർ അവരെ സ്നേഹിക്കുന്നവർ ക്രൈസ്തവ ദർശനങ്ങളുടെ പൂർണ്ണതയായിട്ടുള്ള സ്നേഹം, കരുണ, ത്യാഗം, ആർദ്രത തുടങ്ങിയ മൂല്യങ്ങളെക്കുറിച്ചും കൊടകര വട്ടേക്കാട് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 2 പേർ മരിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ. ക്രിസ്മസ് ദിനത്തിൽ കൊടകരയിൽ നടന്ന ഇരട്ട കൊലപാതകത്തിലെ ഒരു പ്രതിയെ കൊടകര CI അറസ്റ്റ് ചെയ്തു. കൊടകര വട്ടേക്കാട് ചീനാത്ത് ഹരിദാസിന്റെ മകൻ ഹരീഷാണ് പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ക്രിസ്മസ് ദിനം രാത്രിയിൽ ലഹരി മാഫിയ സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘട്ടനത്തിന്റെ ഭാഗമായി നടന്ന വീട് കയറിയ ആക്രമണത്തിൽ വട്ടേക്കാട് കല്ലിങ്ങപ്പുറം സുബ്രന്റെ മകൻ 28 വയസ്സുള്ള സുജിത്തും മഠത്തിക്കാടൻ സജീവന്റെ മകൻ 29 വയസ്സുള്ള അഭിഷേകും കുത്തേറ്റു മരിച്ചിരുന്നു. സുജിത്തിന്റെ വീട് കയറിയാണ് അഭിഷേകും സംഘവും ആക്രമണം നടത്തിയത്. പാലപ്പിള്ളി തോട്ടം മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ പരിശോധന കർശനമാക്കി വനം വകുപ്പ്. തോട്ടം തൊഴിലാളികളും ബൈക്ക് യാത്രക്കാരും പുലിയെ കണ്ടതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലും പുലി പതുങ്ങിയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും കൂടുതൽ ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി പുതുക്കാട് എസ്റ്റേറ്റിലെ പാറയിടുക്കുകൾക്ക് സമീപം വെള്ളിയാഴ്ച ക്യാമറ സ്ഥാപിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, വാർഡ് മെമ്പർ MB ജലീൽ എന്നിവരുടെ നേതൃത്വത്തിൽ തോട്ടങ്ങളിലും വനാതിർത്തിയിലും പരിശോധന നടത്തിയെങ്കിലും പുലി ഇറങ്ങിയതായുള്ള ലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരാഴ്ച മുൻപ് തോട്ടത്തിൽ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം പാലപ്പിള്ളിയിലും വലിയകുളത്തും പശുക്കുട്ടികളെ ആക്രമിച്ചു കൊന്നത് പുലിയാണെന്ന് അധികൃതർ പറയുന്നു. വലിയകുളത്ത് തൊഴിലാളികളുടെ പാടികൾക്ക് സമീപം തുടർച്ചയായി 3 ദിവസമാണ് പുലി ഇറങ്ങി പശുക്കുട്ടികളെ ആക്രമിച്ചത്. ഈ പ്രദേശത്ത്
പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പിള്ളത്തോട് ഭാഗത്ത് പുലി റോഡ് മുറിച്ചു കടന്നത് ബൈക്ക് യാത്രക്കാർ കണ്ടതായി പറയുന്നു. വ്യാഴാഴ്ച രാവിലെ തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ 4 തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടിയിരുന്നു. പാലപ്പിള്ളിയിലെ വിവിധ പ്രദേശങ്ങളിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തൊഴിലാളി കുടുംബങ്ങളും യാത്രക്കാരും ആശങ്കയിലായിരിക്കുകയാണ്. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ന്യൂയോർക്ക് കുട്ടനാടൻ ഇന്ത്യൻ റെസ്റ്റോറന്റിന്റെ സഹായത്തോടെ ക്രിസ്മസ് കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി. കൂടപ്പുഴ അജന്ത ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് ചാലക്കുടി ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ഉദ്ഘാടനം ചെയ്തു. യോഗം തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ MM അനിൽകുമാർ മുഖ്യാതിഥിയായി. സെക്രട്ടറി സുധി കലാഭവൻ, അജന്ത ക്ലബ് പ്രസിഡന്റ് മധു ചിറക്കൽ, ഗായകൻ സുധീഷ് ചാലക്കുടി, പ്രദീപ് പൂലാനി, അഖിലേഷ് രുദ്ര, അപർണ രവി തുടങ്ങിയവർ സംസാരിച്ചു. എനിക്ക് ഏറെ സന്തോഷമുണ്ട് തരംഗിനോട് ചേർന്ന് ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേരാൻ. കേക്ക് മുറിക്കുന്നതിനേക്കാൾ കേക്കായി തീരാൻ നമുക്ക് സാധിക്കട്ടെ. മറ്റുള്ളവർക്ക് മധുരം നൽകാൻ, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാൻ, ഒരു ചെറു പുഞ്ചിരിയെങ്കിലും നമുക്ക് കാഴ്ചവെക്കാനായാൽ ഞാൻ അവരുടെ രക്ഷകനായിത്തീരും. വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അച്ഛനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് വരാൻ കഴിഞ്ഞത് തന്നെ വളരെ സന്തോഷം. കൃത്യമായിട്ട് അച്ഛൻ്റെ സൗകര്യം നോക്കിയിട്ടാണ് നമ്മൾ ഈ സമയം വെച്ചത്. അച്ഛനോട് ചോദിച്ചു നമുക്ക് അച്ഛൻ്റെ സൗകര്യം പോലൊരു സമയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് നമുക്ക് ഇത് എൻ്റെ കൂട്ടുകാരൻ ഫെബിൻ എന്ന് പറയുന്ന അവരുടെ ന്യൂയോർക്കിൽ കുട്ടനാട് റെസ്റ്റോറൻറ്റ് അവരാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ പുതുക്കാട് തെക്കേത്തുറവ് സെന്റ് ആന്റണീസ് പള്ളിയിൽ തിരുനാളിന് കൊടിയേറി. ചിക്കാഗോ രൂപത മെത്രാൻ മാർ ജോയ് ആലപ്പാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് നവനാൾ തിരുക്കർമ്മങ്ങൾക്ക് മാർ ജോയ് ആലപ്പാട്ട് തുടക്കം കുറിച്ചു. വികാരി ഫാദർ ക്രിസ്റ്റോൺ പെരുമാട്ടിൽ, തിരുനാൾ ജനറൽ കൺവീനർ വർഗീസ് തെക്കേത്തല, ട്രസ്റ്റിമാരായ ജോയ് നടക്കലാൻ, ഐസക് കുറ്റിക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 5, 6 തീയതികളിലാണ് തിരുനാൾ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പുതുക്കാട് യൂണിറ്റ് സമ്മേളനം പുതുക്കാട് നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഓമന തോമസ് അധ്യക്ഷത വഹിച്ചു. PU സുജാത, MC ബെന്നി, ദിവ്യ വിനയൻ, MP റാഫി, ഷാജി ജോജു എന്നിവർ സംസാരിച്ചു. 60 വയസ്സ് കഴിഞ്ഞ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്ത ശേഷം മാത്രമേ തയ്യൽ തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുകയുള്ളൂവെന്ന സർക്കാരിന്റെ നിഷേധാത്മക നിലപാട് അവസാനിപ്പിക്കണമെന്ന് പ്രമേയത്തിലൂടെ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സമ്മേളനത്തിന് മുന്നോടിയായി പുതുക്കാട് പ്രകടനം നടന്നു. അപ്പൊ നമ്മള് ചെറിയൊരു സംഘടനയല്ല, സാമ്പത്തികമായിട്ടും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ്. അതേമാതിരി സംഘടനയിലെ അംഗബലത്തിന് മുൻപന്തിയിലാണ്. അതേമാതിരി തൃശ്ശൂർ ജില്ലയിലെ 14 ജില്ലകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ള ജില്ല തൃശ്ശൂർ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിന്റെ ക്രിസ്തുമസ് ആഘോഷത്തിന് സമാപനം കുറിച്ച് ക്രിസ്തുമസ് പാപ്പന്മാരുടെ പൂരമായ ബോൺ നഥാലെ സ്വരാജ് റൌണ്ടിൽ അരങ്ങേറി. കൊടകര വട്ടേക്കാട് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 2 പേർ മരിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ.
പാലപ്പിള്ളി തോട്ടം മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ പരിശോധന കർശനമാക്കി വനം വകുപ്പ്. പുതുക്കാട് തെക്കേത്തുറവ് സെന്റ് ആന്റണീസ് പള്ളിയിൽ തിരുനാളിന് കൊടിയേറി. ചിക്കാഗോ രൂപത മെത്രാൻമാർ ജോയ് ആലപ്പാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പുതുക്കാട് യൂണിറ്റ് സമ്മേളനം പുതുക്കാട് നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.